നമസ്കാരം, മണി മാജിക്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എത്തരത്തിലുള്ള അസറ്റ് ക്ലാസ്സുകളൊക്കെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഏതൊക്കെ അസറ്റ് ക്ലാസ്സുകളാണ് അത്തരത്തിലുള്ളത് എന്ന് നമുക്ക് പറയാം. അതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം പ്രധാനമായും 3 കാര്യങ്ങളാണ് പറഞ്ഞത്: സേഫ്റ്റി, ലിക്വിഡിറ്റി, പ്രോഫിറ്റബിലിറ്റി. ഇത് 3 അടങ്ങിയ ചില അസറ്റ് ക്ലാസ്സുകളെ പറ്റിയാണ് നമ്മൾ ആദ്യം പറയുന്നത്. എല്ലാവർക്കും അറിയാം, പണം നമ്മൾ മിക്കവാറും കയ്യിലാണ് സൂക്ഷിക്കാറുള്ളത്. ഇപ്പോൾ കയ്യിൽ സൂക്ഷിക്കുന്നതിന് അപ്പുറമായ നമ്മൾ ബാങ്കിൽ അതിടും, പലരും അലമാരിയിൽ സൂക്ഷിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ പണം നമ്മൾ അതേ ക്യാഷ് ആയിട്ടുള്ള ഫോമിൽ നമ്മൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ നമുക്കത് കൊണ്ടു നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ പല കാര്യങ്ങൾ നേരിടുന്നതുകൊണ്ടാണ് നമ്മളിതിനെ ഡിജിറ്റൽ ഫോമിലാക്കി നമ്മൾ കയ്യിൽ സൂക്ഷിക്കുന്നത്. ഇങ്ങനെ സൂക്ഷിച്ച പണത്തെ നമുക്ക് ആവശ്യമുള്ള അസറ്റ് ക്ലാസ്സിലേക്ക് കൂടുതൽ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിക്ഷേപിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പ്രധാനമായും എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ഒന്നെങ്കിൽ FD ആയിരിക്കും, അതായത് സ്ഥിര നിക്ഷേപങ്ങൾ. അതല്ലാതെ നാട്ടിൻപുറത്തൊക്കെ മലയാളികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന മറ്റൊന്ന് ചിട്ടിയാണ്. ചിട്ടി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നിക്ഷേപ മാർഗ്ഗമല്ല. ചിട്ടി നമ്മളൊരു ക്യാഷ് അറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പണം കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് മാത്രമാണ് ചിട്ടി എന്നുള്ളത്. കാരണം ചിട്ടിയിലേക്ക് ചേരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അത് കിട്ടുമ്പോൾ തന്നെ അതിനകത്ത് ഒരു 5% നമുക്ക് കമ്മീഷൻ ആയിട്ട് പോകും. അപ്പോൾ 5% കുറച്ചേ നമുക്ക് കിട്ടത്തുള്ളൂ. അത്തരത്തിലല്ലാതെ നമ്മുടെ പണത്തെ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതിനെയാണ് നമ്മൾ നിക്ഷേപമായിട്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ചിട്ടി ഒരു നിക്ഷേപമല്ല എന്ന് പറയുന്നത്. ആദ്യം ക്യാഷിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ FD ആണെങ്കിൽ നമുക്കറിയാം, ഇപ്പം സാധാരണ ബാങ്കിലൊരു 6% to 7% കിട്ടും. അത്തരത്തിലുള്ള അസറ്റ് ക്ലാസ്സുകളിൽ നമുക്ക് നിക്ഷേപിക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് 100% സുരക്ഷിതമാണ്. എത്രത്തോളം സുരക്ഷിതമാകുന്നോ അത്രത്തോളം റിട്ടേൺ കിട്ടാനുള്ള സാധ്യത കുറയും. അപ്പോൾ FD നമുക്ക് പരിഗണിക്കാം. അതുപോലെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് നമുക്ക് പരിഗണിക്കാം. പിന്നെ മറ്റൊന്ന് ഈ ഫിക്സഡ് ഇൻകം ഫണ്ടുകളാണ്. ഫിക്സഡ് ഇൻകം ഫണ്ടുകൾക്ക് അത് പ്രധാനമായും ഡെറ്റ് ഫണ്ടുകൾ വരും, ഗവൺമെൻറ്റിൻ്റെ ഗിൽറ്റ് ഫണ്ടുകൾ, അത്തരത്തിലുള്ള 100% നമുക്ക് തിരിച്ച് കിട്ടും, ഗവൺമെൻറ് ഉണ്ടെങ്കിൽ തിരിച്ച് കിട്ടും എന്ന തരത്തിലുള്ള ഫണ്ടുകളാണ് ഈ ഗവൺമെൻറ് ഗിൽറ്റ് ഫണ്ടുകൾ. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡെറ്റ് ഫണ്ടുകളുണ്ട്. ഈ ഡെറ്റ് ഫണ്ടുകളൊക്കെ നമുക്ക് ഇതിനായിട്ട് പരിഗണിക്കാവുന്നതാണ്. മൂന്നാമത് നമ്മളാണ് ഗോൾഡ്. ഇപ്പോൾ നമുക്കറിയാം, ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ അതിൻ്റെ ഓൾ ടൈം ഹൈ ലെവലിലേക്ക് ഗോൾഡിൻ്റെ പ്രൈസ് പോയതൊക്കെ നമുക്കറിയാം. ഏതാണ്ട് 55,000 ലെവലുകൾക്കിലേക്ക് മുകളിലേക്ക് ഈ ഗോൾഡിൻ്റെ പ്രൈസ് നമ്മൾ പോയി. ഇനി പെട്ടെന്ന് പണമാക്കി മാറ്റാൻ സൗകര്യമുള്ളൊരു ഇൻസ്ട്രുമെൻ്റാണ് ഗോൾഡ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് പണത്തിന് ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് നമുക്കതിനെ പണയം വെച്ച് ക്യാഷാക്കി മാറ്റാൻ സാധിക്കും. ഇനി മറ്റുള്ള ഇൻസ്ട്രുമെൻ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് മ്യൂച്വൽ ഫണ്ടുകൾ. പലരും കേട്ടിട്ടുണ്ടാകും മ്യൂച്വൽ ഫണ്ട്. SIP ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ലെംസം എമൗണ്ട്, ഒറ്റയടിക്കൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഈ ഡെറ്റ് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ ഓഹരി അധിഷ്ഠിത നിക്ഷേപത്തിലൊക്കെ നമുക്ക് ചെയ്യാം. ഓഹരിയിൽ ഡയറക്റ്റായിട്ട് നിക്ഷേപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിസ്ക് നമുക്ക് ഇതിനകത്ത് കുറയ്ക്കാൻ പറ്റും. കാരണം ഇവിടെ ഒരു ഫണ്ട് മാനേജറാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നത്, പല തരത്തിലുള്ള സ്റ്റോക്കുകളാണ് നിക്ഷേപിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് വളരെ നല്ല രീതിയിൽ എല്ലാവർക്കും പരിഗണിക്കാവുന്നതാണ്. SIP വളരെ നല്ലൊരു ഇൻസ്ട്രുമെൻ്റാണ്. ദീർഘകാലത്തേക്ക് വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ വളരെ നല്ലൊരു ഇൻസ്ട്രുമെൻ്റാണ് ഈ മ്യൂച്വൽ ഫണ്ട് വഴിയുള്ള നിക്ഷേപം. ഇനി മൂന്നാമത് നമുക്ക് പരിചിതമായ റിയൽ എസ്റ്റേറ്റ്. കേരളത്തിലൊഴികെ ബാക്കി എല്ലായിടത്തും റിയൽ എസ്റ്റേറ്റിന് ഇപ്പോൾ ഒരു വളർച്ചയുണ്ട്. കേരളത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങൾ റിയൽ എസ്റ്റേറ്റിന് ഇപ്പോൾ ഒരു വളർച്ചയില്ല. ഇതിനൊരു പ്രധാന ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമുക്ക് പെട്ടെന്ന് വിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് റിയൽ എസ്റ്റേറ്റിൻ്റെ ഏറ്റവും വലിയ ദോഷം. കാരണം നമുക്കറിയാം, ഒരു സ്ഥലം വിൽക്കണമെങ്കിൽ അതിന് നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് വിൽക്കണമെങ്കിൽ അതിന് നമുക്ക് പറ്റിയ ഒരു രീതിയിലുള്ളൊരു വില കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ഇതിനകത്തുണ്ട്. ഇനി മറ്റൊന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, NCDകൾ, അതായത് നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ്, അല്ലെങ്കിൽ പിയർ ടു പിയർ ലെൻഡിങ്. ഇത് രണ്ടും ഇപ്പോൾ NCDകൾ, നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്യൂ ചെയ്യുന്ന NCDകൾ നമ്മുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി അവർ ഗോൾഡ് പണയത്തിനെടുത്തിട്ട് അതിന് പണം കൊടുത്ത് ഇൻട്രസ്റ്റ് വാങ്ങിയിട്ട് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. ഇനി പിയർ ടു പിയർ ലെൻഡിങ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ കയ്യിൽ നിന്ന് ഇതിനുള്ള ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങൾ പണം വാങ്ങിയ ശേഷം അതിന് അർഹരായ ആൾക്കാർക്ക് സിബിൽ റേറ്റിംഗും മറ്റും നോക്കി ഈ പണം കൊടുക്കുന്നു. അതിനകത്തുനിന്ന് ഇൻട്രസ്റ്റ് മേടിച്ച് അതിൻ്റെ ഒരു വിഹിതം നമുക്ക് തരുന്നതാണ് പിയർ ടു പിയർ ലെൻഡിങ്. കേരളത്തിൽ അങ്ങനെ സർവ്വസാധാരണമായിട്ടില്ല, പക്ഷേ പിയർ ടു പിയർ ലെൻഡിങ് ഇപ്പം നടന്നു വരുന്നുണ്ട്. ഇനി മറ്റൊന്നാണ് ഡയറക്റ്റ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നല്ല കമ്പനികളുടെ സ്റ്റോക്ക് കണ്ടുപിടിച്ച് ആ കമ്പനികളുടെ ബിസിനസ്സിൻ്റെ ഒരു പാർട്ടായി മാറുന്ന ഒരു പ്രവർത്തനമാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്. അതിന് സ്വന്തമായ രീതിയിൽ നമുക്ക് ചെയ്യാം. അതിന് അത്യാവശ്യം നോളജ് ആവശ്യമാണ്. നമ്മൾ വാങ്ങുന്ന കമ്പനിയെപ്പറ്റിയും കമ്പനിയുടെ പ്രവർത്തനത്തെപ്പറ്റിയും അതിൻ്റെ ഫണ്ടമെൻ്റൽസ്, ടെക്നിക്കൽസ് എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയും. അതിനെപ്പറ്റി നല്ലൊരു ഗ്രാഹ്യം നേടിയെടുത്താൽ ഒരു ദിവസം 1/2 മണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ ചിലവാക്കിയാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് മനസ്സിലാക്കിയാൽ നമുക്ക് അത്തരം അസറ്റ് ക്ലാസ്സുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊന്ന് ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമ്മുടെ ഇവിടെ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് അത്ര പ്രചാരത്തിലില്ല. എങ്കിലും അത്തരം ഇൻവെസ്റ്റ്മെൻറ്റിൽ താല്പര്യമുള്ളവർക്ക് ഇതും പരിഗണിക്കാവുന്നതാണ്. ഏതാണ്ട് റിസ്ക് അനുസരിച്ചാണ് ഞാൻ 1 by 1 ആയി ഓരോ അസറ്റ് ക്ലാസ്സിനെ പറ്റി പറഞ്ഞത്. ഇതിൽ നമ്മുടെ റിസ്കിന് ആവശ്യമുള്ള ഫണ്ടുകൾ, നമുക്ക് സഹിക്കാൻ പറ്റുന്ന റിസ്കിന് ആവശ്യമുള്ള ഫണ്ടുകൾ എടുത്ത് നമുക്ക് ആവശ്യമുള്ള ഫ്യൂച്ചർ നീഡ്സിന് വേണ്ടി ഇത്തരം അസറ്റ് ക്ലാസ്സുകളെ സെലക്ട് ചെയ്തൊരു ബാസ്ക്കറ്റാക്കി നമുക്കതിനകത്ത് നിക്ഷേപിക്കാവുന്നതാണ്. താങ്ക് യു.